നമ്മളുടെ ഇൻ്റർവ്യൂകളിൽ പലതിലും നമ്മൾ ഏതെങ്കിലും ഒരു മേഖലയിൽ കഴിവ് തെളിയിച്ച പല വ്യക്തികളെയാണ് പരിചയപ്പെട്ടിട്ടുള്ളത്. എന്നാൽ ഇന്ന് സിനിമ, നാടകം, സംഗീതം, പിന്നെ കായികം, അങ്ങനെ വിവിധ മേഖലകളിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ച ഒരു വ്യക്തിത്വത്തെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ലാലി മുട്ടാർ ചേട്ടനാണ്. ചേട്ടനെ ഏറെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ചേട്ടാ സ്വാഗതം. നമസ്കാരം. ഡ്രോയിങ് മാഷാവാൻ വേണ്ടിയിട്ട് പഠിച്ചു. എന്നാൽ അവിടെ നിന്നും മഹാരാഷ്ട്രയിലെ വോളിബോൾ ടീമിലേക്ക്, അവിടെ നിന്നും ഇൻകം ടാക്സിലേക്ക്. എങ്ങനെയായിരുന്നു ഒരു യാത്ര? ഞാൻ ഡ്രോയിങ് ആലപ്പുഴയാണ് പഠിച്ചത്. ആലപ്പുഴ പഠിക്കുമ്പോൾ ആലപ്പുഴ SDV സ്കൂളിൽ പന്ത് കളി ഉണ്ടായിരുന്നു. അന്ന് പന്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആലപ്പുഴ മൊറാർജി മിൽസിൽ ഇങ്ങനെ ടീമിലെ വോളിബോൾ കളിക്കാൻ ആളെടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് ഞാൻ ബോംബെയിലേക്ക് പോയി. ബോംബെയിൽ പോയി അവിടെ പന്ത് കളി ടീമിലെ കുറച്ച് ബുദ്ധിമുട്ടി ടീമിൽ കയറി അവിടെ കുറച്ച് ഏറെ ക്ലേശങ്ങളോടെ അവിടെ നിലനിന്ന് കളിച്ചപ്പോഴേ 1975 നമ്മുടെ പാലായിൽ നാഷണൽ വോളിബോൾ നടക്കുന്ന സമയം. അപ്പോൾ മഹാരാഷ്ട്ര സ്റ്റേറ്റ് ടീമിൻ്റെ സെലക്ഷൻ നടക്കുമ്പം എനിക്കൂടെ ബൈ ലക്കിൽ ആ ടീമിലെ സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ പാലാ നാഷണലിൽ കളിക്കുകയും എനിക്ക് സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുകയും ചെയ്തു. അപ്പോൾ പൂന ഇൻകം ടാക്സിൽ എൻ്റെ മൂത്ത പെങ്ങൾ ഇൻകം ടാക്സ് ജോലി ചെയ്തിരുന്നു. അപ്പോൾ പെങ്ങൾക്കറിയായിരുന്നു സ്റ്റേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് സെലക്ഷൻ കിട്ടുമെന്ന്. എനിക്ക് ഇൻകം ടാക്സിൽ ജോലി കിട്ടി. അങ്ങനെയാണ് ഞാൻ ഡ്രോയിങ് മാസ്റ്റർ ആകാൻ പോയി ഞാൻ ഇൻകം ടാക്സ് ഇൻസ്പെക്ടർ ആയത്. പെട്ടത്. ഏത് പൊസിഷനിലാണ് കളിച്ചത് വോളിബോളിൽ? വോളിബോൾ അന്ന് 5-1 കളിക്കുന്ന സമയം ഒരു ലിഫ്റ്റർ 5 ഒഫൻസ്. അപ്പം ഞാൻ ലിഫ്റ്ററായിട്ട് കളിക്കും. 5 പേർക്ക് നമ്മൾ റൊട്ടേഷൻ കളിക്കുമ്പോൾ നമ്മൾ ഓടി നടന്ന് പൊസിഷനായിരുന്നു. ഇപ്പം അത് ഒത്തിരി മാറിപ്പോയി. കളിയുടെ ലെവലേ മാറിപ്പോയി. 1975 എന്ന് പറയുമ്പോൾ ഇന്ന് എത്ര വർഷം കഴിഞ്ഞു. ആസ്വദിച്ചിരുന്നോ കളി? തീർച്ചയായിട്ടും അന്നത്തെ കളി ഇന്നും കളിക്കുന്നു. അതാണ് എൻ്റെ വ്യത്യാസം. ഇന്നിപ്പോൾ എനിക്ക് വയസ്സ് 70 ആയിട്ട് ഇന്ന് ഞാൻ കളിക്കുന്നു വോളിബോൾ കളിക്കുന്നുണ്ട്. പിന്നെ അതിൽ നിന്നൊക്കെ നാട്ടിലേക്ക് വന്നിട്ട് ഈ വള്ളം കളിയിൽ ഞങ്ങൾ ഒരുപാട് സജീവമായിരുന്നു കേട്ടിട്ടുണ്ട്. തീർച്ചയായും ട്രോഫി കളിയും അതുപോലെ വള്ളത്തിൻ്റെ അവിടെ ഏത് പൊസിഷനിലാണ് കളിച്ചിരുന്നത്? കളി കളിച്ചിരുന്നപ്പോൾ ഞാൻ തീർച്ചയായിട്ടും അമരത്തായിരുന്നു. വള്ളത്തിൻ്റെ അമരം പിടിക്കുകയായിരുന്നു. അത് ചുരുളം തൊട്ട് ചുണ്ടം വരെയുള്ള വള്ളങ്ങളുടെ അമരത്ത് ഞാൻ കളിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഇൻകം ടാക്സിലായിരുന്നപ്പം എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു സണ്ണിച്ചൻ സാറ്, നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു PD ജോസഫ്, പുള്ളിയുടെ പരിചയത്തിൻ്റെ പുറത്ത് ഞാൻ പിന്നെ വള്ളംകളിയുടെ ഒഫീഷ്യൽ രംഗത്തേക്ക് വരികയും ഒരു 15 വർഷമായിട്ട് ഞാൻ വള്ളംകളി സ്റ്റാർട്ടറായിട്ട് പുളിങ്ങുന്ന നമ്മുടെ ചമ്പക്കുളം മൂലം തൊട്ട് നെഹ്റു ട്രോഫി തൊട്ട് പിന്നെ അങ്ങോട്ടുള്ള എല്ലാ വള്ളംകളിയിലും ഞാൻ സ്റ്റാർട്ടറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് രചനാരംഗത്തേക്ക് എങ്ങനെയാണ് രചനാരംഗത്തേക്ക് വന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ കരോൾ പാട്ട് എഴുതാനായിട്ട് പിള്ളേർ ഒരുപാട് പേര്, ഈ പാരഡി പാട്ടുകൾ എഴുതാനായിട്ട് പിള്ളേർ ഒരുപാട് പേര് വരുമായിരുന്നു. അപ്പോൾ അവരൊരു ട്യൂൺ പറയും, അതിനുള്ള ഒരു പാട്ട് ഉടൻ തന്നെ ഞാൻ എഴുതി കൊടുക്കുമായിരുന്നു. അങ്ങനെ ഒരുപാട് പാട്ട് എഴുതി കൊടുത്തു. പിന്നെ ഭക്തിഗാന കാസറ്റുകളിലേക്ക് പാട്ട് എഴുതി ചോദിക്കും, അങ്ങനെ എഴുതും. പിന്നെ ഞാൻ ഒരു 85 തൊട്ട് 2000 വരെ മുട്ടാർ സെൻറ്റ് ജോർജ് പള്ളിയിലെ കൊയർമാഷായിരുന്നു. അന്ന് കുർബാന കൈക്കൊള്ളുമ്പോഴും ഈ ഓശാനയുടെ പാട്ട് പാടുമ്പോഴും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള പാട്ട് പാടാം. അന്ന് ഓരോ ഞായറാഴ്ചകളിലും പുതിയ പുതിയ പാട്ടുകൾ എഴുതി ട്യൂൺ ചെയ്ത് പാടുക എന്ന് പറയുന്നത് അതൊരു വളരെ നിർബന്ധമായിരുന്നു. അപ്പോൾ ഓരോ ആഴ്ചകളിലും പാട്ടെഴുതി പാടുമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇത് ലൈനിൽ കിടന്നപ്പോഴാണ് നിന്ന് 93-ലാണെന്ന് എനിക്ക് തോന്നുന്നു, ഓർമ്മ ശരിയാണെങ്കിൽ, ഞാൻ ഈ ജപമാല അന്ന് നമ്മൾ ചൊല്ലുക, രഹസ്യങ്ങൾ ചൊല്ലുക. അപ്പം നമ്മൾ ആഘോഷമായ ജപമാല ചൊല്ലാൻ വേണ്ടിയിട്ട് രഹസ്യങ്ങൾ പാട്ടാക്കി ഞാൻ എഴുത്തപ്പോൾ നമ്മുടെ ആലപ്പി രംഗനാഥുമായിട്ടുള്ള ബന്ധം വെച്ചുകൊണ്ട് ആലപ്പി രംഗനാഥ് ഈ പാട്ടുകളെ ട്യൂൺ ചെയ്തിട്ട് കാസറ്റായിട്ട് ഇറക്കി. പക്ഷെ അത് അന്നത്തെ ഈ മീഡിയാസിൻ്റെ കുറവ് കൊണ്ടാണോ എന്താണോ അന്നത്തെ വിപണിയിൽ അത് ക്ലച്ച് പിടിച്ചില്ല. അതെ, അതുകൊണ്ടായിരിക്കും അത് അത്ര ക്ലച്ച് പിടിച്ചില്ല. അതിനുശേഷം സിനിമയ്ക്കൊക്കെ പാട്ട് എഴുതിയിട്ടുണ്ടോ? സിനിമയ്ക്ക് പാട്ട് എഴുതാൻ ഒരു 3 അവസരം എനിക്ക് കിട്ടി. ഞാൻ പാട്ട് എഴുതുകയും ചെയ്തു. പക്ഷെ ആ സിനിമകളൊക്കെ പകുതിയായപ്പോൾ മുടങ്ങിപ്പോയി. അത് കാരണം ആ പാട്ടുകൾ സിനിമയിൽ വന്നില്ല, പുറത്തേക്ക് കണ്ടില്ല. ഗാനരചനയാണ് ഒരു തുടക്കം എന്ന് പറഞ്ഞു. അപ്പോൾ ഗാനരചന തുടങ്ങി. അപ്പോൾ അതിലൂടെയാണോ നാടകത്തിലേക്ക് എത്തിപ്പെട്ടത്? അത് പാട്ടെഴുതുമ്പം തന്നെ നാടകം എഴുതുന്നുണ്ട്. പക്ഷെ അത് കൂടുതലായും എഴുതിയത് ഈ ബൈബിൾ കലോത്സവങ്ങൾ നടക്കുന്ന കാലത്തെ വിവിധ ഫൊറോനാലുകളിലെ പിള്ളേരെ എന്നെ സമീപിച്ചിരുന്നു. ബൈബിളിലെ ഇന്ന പോർഷനെ ആസ്പദമാക്കി നാടകങ്ങൾ എഴുതി കൊടുക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ അവർക്ക് നാടകങ്ങൾ എഴുതി കൊടുത്തിരുന്നു. അത് കൂടുതൽ നാടകങ്ങളും ജില്ലയല്ല, നമ്മുടെ അതിരൂപത തലം വരെ അവർ വന്ന് മത്സരിക്കും.
മത്സരിക്കുകയും നേടുകയും സമ്മാനങ്ങൾ നേടുകയും ചെയ്തിരുന്നു. അങ്ങനെയാണ് ഈ നാടകങ്ങളൊക്കെ എഴുതിയിരുന്നത്. കവിതകൾക്കും ലളിതഗാനങ്ങൾക്കും, ബൈബിൾ ലളിതഗാനങ്ങൾക്ക് വരെയും നമ്മുടെ അതിരൂപതയിൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എൻ്റെ പാട്ട്. അങ്ങനെയാണ് ആ ഒരു മേഖലയിൽ. അതെ. അതിനുശേഷമാണോ ഈ അഭിനയത്തിലേക്ക് എങ്ങനെ വന്നത്? അഭിനയം നമ്മുടെ നാടകങ്ങളിൽ ഞാൻ മിക്കവാറും എഴുതുന്ന നാടകങ്ങളിൽ ഒരു വേഷം ഡയറക്റ്റ് ചെയ്യുന്നതിനോടൊപ്പം ഒരു വേഷം ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. ഡയറക്ഷനും ഉണ്ടായിരുന്നു. നമ്മൾ ഗാനരചനയിൽ നിന്ന് അവിടെ നാടകത്തിലേക്ക് എത്തി. എന്തായാലും ഗാനരചനയും നാടകമൊക്കെ ചെയ്യുന്ന ഒരാൾക്ക് എപ്പോഴും ഒരു ആഗ്രഹമാണ് സിനിമ എന്നുള്ളത്. എല്ലാവരും ആ സമയത്തായിരുന്നു, അല്ലെങ്കിൽ പണ്ട് കാലത്തായിരുന്നു, നമുക്ക് എല്ലാവരുടെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ സിനിമയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെട്ടത്? സിനിമയിലേക്ക് എത്തിപ്പെടാൻ സിനിമ എൻ്റെ ബ്ലഡിലുള്ള ഒരു സംഭവമാണ്. കാരണം എൻ്റെ അപ്പച്ചന് സ്വന്തമായി ഒരു സിനിമ തിയേറ്റർ ഉണ്ടായിരുന്നു. സിനിമ തിയേറ്റർ, പണ്ടത്തെ ഓല തിയേറ്ററാണ്. അന്ന് തൊട്ട് കൊച്ചിലേ തൊട്ട് ഈ സിനിമ കണ്ട് സിനിമ എൻ്റെ ബ്ലഡിലുണ്ട്. അന്നേ ഈ അഭിനയ മോഹം എനിക്കുള്ളതാണ്. അപ്പോൾ ഈ ആലപ്പുഴ ഇൻകം ടാക്സ് ഞാൻ ജോലി ചെയ്യുന്ന സമയത്ത് ഫാസിലും നവോദയക്കാരും ഈ നെടുമുടി വേണു, ആലപ്പി അഷ്റഫ് തുടങ്ങിയ ആൾക്കാരുമായിട്ടൊക്കെ എനിക്ക് നല്ല കമ്പനി ബന്ധം ഉണ്ടായിരുന്നുണ്ട്. അവർ എന്തെങ്കിലുമൊക്കെ അവസരങ്ങളുള്ളപ്പോൾ എന്നോട് പറയുമായിരുന്നു. ഇപ്പോൾ 2 ദിവസം 3 ദിവസമൊക്കെ ഉള്ള ദിവസങ്ങളിൽ ഞാൻ പോയി ആ ചെറിയ വേഷങ്ങൾ ചെയ്ത് അങ്ങനെയൊക്കെ അഭിനയിച്ച് വരുമായിരുന്നു. അതാണ് സിനിമയിലേക്ക് വരാനുണ്ടായിരുന്ന ഒരു സാഹചര്യം. ആഗ്രഹം ഉണ്ടായിരുന്നു, സാധിച്ചു. പക്ഷേ സിനിമകളിലെല്ലാം ചെറിയ ചെറിയ വേഷങ്ങളാണ് ചെയ്തത്. എന്തുകൊണ്ട് വലിയ മുഴുനീള വേഷങ്ങളൊന്നും എന്തുകൊണ്ട് ചെയ്തില്ല? അതിന് പല കാരണങ്ങളുണ്ട്. ആദ്യത്തെ ഒഫീഷ്യൽ കാര്യം, ഒന്ന്, നമുക്ക് സ്റ്റേറ്റ് ഗവൺമെൻറ് പോലെ 5 മാസത്തെ ലീവ് എടുത്ത് പോകാനുള്ള ഒരു സാഹചര്യം സെൻട്രൽ ഗവൺമെൻറ് ഇല്ല. ഞങ്ങളുടെ ഒഫീഷ്യൽ ജോലിയല്ലാതെ വേറൊരു കാര്യത്തിന് ഞങ്ങൾ പോയിക്കൂടാ. പിന്നെ ഞാനിത് എൻ്റെ കമ്മീഷനുമായിട്ടുള്ള സ്പെഷ്യൽ താല്പര്യത്തിൻ്റെ പുറത്ത് നമ്മൾ സ്പെഷ്യൽ റെമ്യൂണറേഷൻ ഒന്നും മേടിക്കാൻ പാടില്ല എന്നുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പുറത്ത് ജോലിയെ അഫക്റ്റ് ചെയ്യാതെ ശനി ഞായറൊക്കെ പോയി ചെയ്തോ എന്നുള്ള ഒരു കൺസിഡറേഷൻ്റെ പുറത്ത് എനിക്കൊരു പെർമിഷൻ തന്ന് ഞാൻ പോയി ചെയ്തതാണ്. പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സംവിധായകനാണ് ഫാസിൽ എന്ന് പറയുന്നത്. അപ്പോൾ എൻ്റെ അഭിനയം കണ്ടിട്ട് പുള്ളി എന്നെ വളരെ അപ്രീഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വെച്ചാൽ ഒരിക്കൽ പോലും ഞാനൊരു റീടേക്ക് ചെയ്യിച്ചിട്ടില്ല. എനിക്ക് തരുന്ന ഡയലോഗ് ഞാൻ അപ്പോഴേ ഈ ഭിത്തിയുടെ ഇറമ്മിലെങ്ങാനും പോയി നിന്ന് നോക്കി കാണാതെ പഠിച്ചു. ഫസ്റ്റ് ടേക്കിൽ ഞാൻ ഓക്കെ ആണ്. അപ്പോൾ അതേ അപ്പോൾ ഞാൻ പറയാൻ വരികയായിരുന്നു, എൻ്റെ ഫിലിം തിന്നാത്ത ഒരു വ്യക്തിയാണ് ലാലി എന്നോട് കെട്ടിപ്പിടിച്ചിട്ട് എന്നോട് പറഞ്ഞ, എൻ്റെ ഫിലിം തിന്നാത്ത ഒരു വ്യക്തിയാണ് ലാലി. പക്ഷെ ലാലിക്ക് ഒരു കുഴപ്പമുണ്ട്. ലാലി, യു ആർ എ ക്വയറ്റ് ഓർഡിനറി മാൻ. സിനിമയിൽ നിൽക്കണമെങ്കിൽ 3 കാര്യം ഏറ്റവും ആവശ്യം. ഒന്ന്, നമ്മുടെ മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ ഇപ്പോൾ പോലെ സൗന്ദര്യമോ ആകാര സൗഷ്ഠവോ കൊണ്ട് അട്രാക്റ്റ് ചെയ്യണം. ഇല്ല നമ്മുടെ മാമൂക്കോയോ ഉണ്ടപ്പക്രോനെ പോലെ മറ്റ് ഇതിലെ കൊണ്ട് അട്രാക്ട് ആയിരിക്കണം. അല്ലെ നമ്മുടെ NL ബാലകൃഷ്ണനെ പോലെയോ ഒക്കെ ഇതുപോലുള്ള അങ്ങനെ നമ്മൾ ആകണം. ഇല്ലെങ്കിൽ ഒരു കഥാപാത്രത്തിലൂടെ ഇന്ന സിനിമയിൽ ഇന്ന വേഷം ചെയ്ത ആളെന്നുള്ള വിധത്തിൽ നമ്മളെ അറിയണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് നമ്മളെ അറിയപ്പെട്ടാൽ മാത്രമേ നമുക്ക് സിനിമയിൽ നിൽക്കാൻ പറ്റൂ. അപ്പം ഞാനെന്ന് പറയുന്നത് ക്വൈറ്റ് ഓർഡിനറി മാനാണ്. ചെറിയ ചെറിയ വേഷങ്ങളാണെങ്കിലും നമ്മൾ മലയാള സിനിമയിലെ എല്ലാ പ്രമുഖ നടന്മാരും അല്ലെങ്കിൽ മുൻനിര നടന്മാരും കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ കൂടെ അഭിനയിച്ചിട്ടുള്ളത്? ഞാൻ മമ്മൂട്ടിയുടെ കൂടെ ചെയ്തിട്ടുണ്ട്, മോഹൻലാലിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, ദിലീപിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, സുരേഷ് ബാബുയുടെ കൂടെ ചെയ്തിട്ടുണ്ട്, ജയറാമിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്, നമ്മുടെ പൃഥ്വിരാജിൻ്റെ കൂടെ ചെയ്തിട്ടുണ്ട്. അങ്ങനെ മുൻനിര നടന്മാരോട് എല്ലാവരും കൂടെ ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ പറഞ്ഞാൽ ചെയ്തിട്ടുള്ള വേഷത്തിൽ ഒരു ഡയലോഗെങ്കിലും പറയാതെ ഞാൻ അഭിനയിച്ചിട്ടില്ല. എല്ലാവരുടെ കൂടെയും കോമ്പിനേഷനായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. 4-5 പാട്ട് സീനിൽ അഭിനയിച്ചിട്ടുണ്ട്. 4 തമിഴ് സിനിമയിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. വടിവേലിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്, മനോരമയുടെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ ഇത്രയും ചെറിയ ഇതിൽ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നുള്ള വലിയൊരു സൗഭാഗ്യമാണ്. കാര്യമൊക്കെ ശരിയാ, വോട്ട് പിടിക്കാൻ വേണ്ടി തന്നെയാ. എന്നാലെന്നാ പത്രത്തിൽ ഫോട്ടോ വന്നേ, അതും ഫ്രണ്ട് പേജിൽ. ആ മാധവ, ഒന്ന് അടുപ്പിച്ചാടാ മാധവ. നീതി കണ്ടോ? ഫ്രണ്ട് പേജിൽ ആ കൊച്ചന്റെ ഫോട്ടോ അടിച്ചു വന്നിരിക്കുന്നത്. തോമാച്ചനോ? എന്താണോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. അഡ്വാൻസ് കമ്മീഷനാ. അത് തന്നെ. വാ തോമാച്ച, എന്താണോ വിശേഷിച്ച്? നമ്മൾ മുൻനിര നായകന്മാരുടെ കൂട്ടത്തെല്ലാം ഒരുപാട് അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം ഇത്രയും വർഷം കഴിയുമ്പോഴാണ് അവരെല്ലാം ചേട്ടൻ ഓർത്തിരിക്കുന്നുണ്ടോ? എന്നെ ഇപ്പോഴും ഓർക്കുമോ എന്നെനിക്കറിയത്തില്ല, മുൻനിര നായകന്മാരെ. എന്നാലും മോഹൻലാൽ ഇപ്പോഴും എന്നെ ഓർത്തിരിക്കാൻ. അതെന്താ ഒരു കാരണം അങ്ങനെ മോഹൻലാൽ തന്നെ ഓർത്തിരിക്കാൻ കാരണം?
അദ്ദേഹത്തിന് ഞാനൊരു കളിവെള്ളം, അദ്ദേഹത്തിന് ഈ പുരാവസ്തുക്കളോടൊക്കെ വലിയ വലിയ താല്പര്യമാണെന്ന് കമ്പോളമാണ്. നമുക്കൊക്കെ അറിയാമല്ലോ. അപ്പം അദ്ദേഹം ഈ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് പറയുന്ന പടം നമ്മുടെ നെടുമുടി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ കുറച്ച് പെണ്ണുങ്ങൾ ഈ പുല്ലും കയറ്റി വെച്ചോണ്ട് ഈ കൊച്ചുവെള്ളത്തിൽ തുഴഞ്ഞു പോകുന്ന കണ്ടപ്പം അദ്ദേഹത്തിന് പെട്ടെന്ന് അത്രയും ഒരു വള്ളം വേണം. അദ്ദേഹം അന്വേഷിച്ചപ്പം മേടിക്കാനായിട്ട് അത് കിട്ടുന്നില്ല. പിന്നെ ആർക്ക് അങ്ങനെ ഒരു വള്ളം പണിത് കൊടുക്കാൻ പറ്റും എന്നിങ്ങനെ ഓരോരുത്തരും മാറി വന്നെ അന്വേഷിച്ചപ്പം ഞാൻ കുട്ടനാട്ടുകാരനാണ്, ഞാൻ വിചാരിച്ചത് നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് എന്നോട് അദ്ദേഹം അത് ആവശ്യപ്പെട്ടു. ഞാനത് ഒരു തടി എടുത്തിട്ട് പണിത്, തലവടി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തടി എടുത്തിട്ട് അത് പണിത്, അന്നത്തെ കാലത്ത് 45,000 രൂപ മുടക്കി ഒരു വള്ളം പണിത് അദ്ദേഹത്തിന് മദ്രാസിൽ അയച്ചു കൊടുത്തു. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഡിയർ ലാലി അത് ഒത്തിരി സന്തോഷമായി, അതൊരു വണ്ടർഫുൾ ഓബ്ജക്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ലെറ്ററും അദ്ദേഹം അയച്ചു. അതുകൊണ്ടാണ് ഇന്നും അദ്ദേഹം അത് ഓർത്തിരിക്കുന്നത്. ആ വീട്ടിലിരിക്കുന്ന സാധനമാണ്, അതുകൊണ്ട് അത് കാണുമ്പോൾ എന്നെ ഓർക്കുമെന്ന് എനിക്കറിയാം. ഇന്ന് ഓർത്തിരിക്കുന്ന കോമ്പിനേഷൻ സീൻസ് ഏതൊക്കെയാണ്? കോമ്പിനേഷൻ സീൻസിൽ ഓർത്തിരിക്കാവുന്നത് രക്തസാക്ഷി സിന്ദാബാദിലെ മോഹൻലാലിൻ്റെ കൂടെ ചെയ്ത പാട്ട് സീനിലെ അഭിനയങ്ങൾ, കുഞ്ചാക്കോച്ചൻ്റെ കൂടെ അനിയത്തി പ്രാവി ചെയ്തത്, മമ്മൂട്ടിയുടെ കൂടെ നമ്പർ 1 സ്നേഹതീരത്തിൽ ചെയ്ത പാട്ട് സീന്, ഇതൊക്കെ ഇന്നും ഓർത്തിരിക്കാവുന്ന, ഇടയ്ക്കിടയ്ക്ക് ടി വിയിൽ വരുന്നതുമാണ്. അതുകൊണ്ട് അതൊക്കെ ഓർത്തിരിക്കാം. വലിയ അവസരങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു സിനിമയിലേക്ക്, അല്ലെങ്കിൽ മുൻനിര നായകനായിട്ട് ചെയ്യാനുള്ള അവസരങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു? അവസരങ്ങൾ ഉണ്ടായിരുന്നു, ചെയ്തു. പക്ഷേ അത് വെളിച്ചം കണ്ടില്ല. അങ്ങനെയുള്ള ഒരു നമ്മുടെ പോൾസൺ എന്ന് പറഞ്ഞ ഒരു ഡയറക്ടർ ഡയറക്റ്റ് ചെയ്ത ഒരു പടം, അത് ത്രൂ ഔട്ട് വേഷമുള്ള ഒരു പടമായിരുന്നു. നമ്മുടെ സിമ്പിൾ ബഷീർ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്ത ഒരു പടം മിമിക്സ് ഗോസ്റ്റ് എന്നായിരുന്നു. എനിക്ക് ത്രൂ ഔട്ട് വേഷം ഉണ്ടായിരുന്നു. അതുപോലെ വേറൊരു തമിഴും മലയാളവും കൂടെയുള്ള ഒരു പടം, അതും സിമ്പിൾ ബഷീറിൻ്റെ തന്നെ പ്രൊഡക്ഷൻ. അതിൻ്റെ പോസ്റ്ററെല്ലാം ഇറങ്ങിയിരുന്നു. ആ പോസ്റ്ററിനകത്തെല്ലാം എൻ്റെ പടം ഉണ്ടായിരുന്നു. ആ പടവും എന്തോ ആ പ്രൊഡ്യൂസറുമായിട്ടുള്ള എന്തോ ഒരു വിഷയം കാരണം ലാസ്റ്റ് മൂമെൻറ്റിൽ ആ പടം ഷൂട്ട് മുഴുവൻ കഴിഞ്ഞ് എഡിറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് എവരിത്തിങ്, അതുകൊണ്ടുള്ള പോസ്റ്റർ വരെ ഇറങ്ങിക്കഴിഞ്ഞു. പക്ഷെ ആ പടം റിലീസായില്ല. അത് നഷ്ടബോധം തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അത് വലിയൊരു നഷ്ടബോധം തന്നെയാണ്. ആ 3 സിനിമയിൽ പാട്ട് എഴുതാൻ പറ്റുമായിരുന്നു, നമുക്ക് ലീവ് എടുക്കണ്ട, വീട്ടിൽ ഇരുന്ന് സുന്ദരമായിട്ട് പാട്ട് എഴുതി കൊടുത്തിരുന്നെങ്കിൽ അറിയപ്പെട്ടു പോയതിനെ. തീർച്ചയായിട്ടും അതൊക്കെ വലിയ നഷ്ടബോധങ്ങൾ തന്നെയാണ്. അതൊക്കെ ആ സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെ തീർച്ചയായിട്ടും ഞാൻ എഴുതി കൊടുത്ത ഒരു സിനിമയിലെ പാട്ട് പിന്നീട് ആ സിനിമ ഇറങ്ങിയപ്പോൾ വേറെ റെക്കോർഡ് ചെയ്യാൻ ഇവിടുന്ന് മദ്രാസിന് പോയി. എനിക്ക് വലിയ പാർട്ടിയൊക്കെ തന്നിട്ടാണ് ഇവിടുന്ന് പോയത്. ഞാൻ അതിൻ്റെ പ്രൊഡ്യൂസറെയോ സിനിമയുടെ പേരോ ഒന്നും പറയുന്നില്ല. ഇവിടുന്ന് എനിക്ക് പാർട്ടിയൊക്കെ തന്നിട്ട് ഇവിടുന്ന് ആൾക്കാർ മദ്രാസിന് പോയി. എനിക്ക് ഓഫീസിൽ പാർട്ടി തന്നു. പക്ഷേ തിരിച്ചു വന്നപ്പോൾ വേറെ അറിയപ്പെടുന്ന ഒരാൾ പാട്ട് എഴുതി റെക്കോർഡ് ചെയ്തിട്ടുണ്ടാണ് വന്നത്. അതിൻ്റെ തുടക്കവും ഏതാനും വേർഡ്സും അതുമൊക്കെ എൻ്റെ പാട്ടുകളായിരുന്നു. അവർ ചോദിച്ചപ്പോൾ പറഞ്ഞത്, ലാലി പുതിയ ഒരാളാണ്, എഴുതിയ കാസറ്റിന് വില കിട്ടത്തില്ല, ഞങ്ങൾ ബിസിനസ് ചെയ്യുകയല്ലേ, ഇൻകം ടാക്സിൻ്റെ കെയർ ഓഫിൽ ലാലിക്ക് അത് തന്നിട്ട് ഞങ്ങൾ ഇത്രയും നഷ്ടം സഹിക്കണം. വേണ്ട, നമ്മളെന്ത് പറയാന്, അങ്ങനെയൊക്കെ സംഭവിച്ചത് തന്നെയാണ്. രണ്ട് സിനിമയെക്കുറിച്ചും അല്ലെ സിനിമ അനുഭവത്തെക്കുറിച്ചും ഒരുപാട് സംസാരിച്ചു. അപ്പോൾ ആദ്യത്തെ സിനിമ ഏതായിരുന്നു? അപ്പം അല്ലെങ്കിൽ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ ചെന്ന് നിന്നപ്പോഴുള്ള അനുഭവം എന്തായിരുന്നു? ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത് ചാണക്യൻ എന്ന് പറയുമ്പോൾ കമലഹാസൻ്റെ ചാണക്യനിലെ ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ നവോദയക്കാരും ഫാസിലും ആയിട്ട് ചില ബന്ധങ്ങളുണ്ടെന്ന്. അപ്പോൾ ഒരു ദിവസം നമ്മുടെ നവോദയ അപ്പച്ചൻ്റെ മകൻ ജോമോൻ നമ്മുടെ ഓഫീസിൽ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, ജോമനെ വല്ല സിനിമ വല്ലതും തുടങ്ങുന്നുണ്ടോ എന്ന് ചോദിച്ചു. അയ്യോ സാറേ, സിനിമ നടന്നുകൊണ്ടിരിക്കുക, തീരാറായല്ലോ എന്ന് പറഞ്ഞു. അയ്യോ, എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. അയ്യോ സാറേ, വിട്ടുപോയി. അയാലും സാറ് തിരുവനന്തപുരം വരെ വാ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് തന്നെ തിരുവനന്തപുരം വരെ ചെന്നപ്പം ഈ ജയറാമും കമലഹാസനും കൂടെയുള്ള സീൻ എടുത്തുകൊണ്ടിരിക്കുക. അതൊരു ഹോട്ടലിനകത്ത് ഉള്ള ഒരു അടിപിടി കാര്യങ്ങളൊക്കെ ആയിട്ട് എന്നെ അവിടെ ഒരു മേശയിൽ അവിടെ ഇരുത്തി സ്മോൾ അടിക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു സംഭവത്തിനകത്ത് ഇരുത്തി ഒരു ജയറാം വരുമ്പോൾ നീ എന്നടാ റോമിയോ ജൂലിയറ്റ് ആണോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഉന്തും തള്ളമൊക്കെ ഉണ്ടാകുന്ന ഒരു സീൻ എടുത്ത് കഴിഞ്ഞു. അതായിരുന്നു എൻ്റെ ആദ്യത്തെ സീൻ. പക്ഷേ അതിനകത്ത് ജയറാമും ഈ ലെജൻഡ് കമലഹാസനും ഉണ്ടായിരുന്നു എന്നതാണ് അതിനകത്തെ ഒരു വലിയ പ്രത്യേകത. ഈ ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ പറയില്ലേ, അതാ അവിടെ നടന്നേ. അതായിരുന്നു ആദ്യത്തെ സിനിമ.
ആ ക്യാമറയുടെ മുന്നിൽ ചെന്നപ്പോൾ എങ്ങനെയായിരുന്നു ഫീൽ ചെയ്ത? ക്യാമറയുടെ മുന്നിൽ ആദ്യമായിട്ടാണ്? ആദ്യമല്ലേ ഈ ക്യാമറ ഒക്കെ കണ്ട്, ഇപ്പോഴല്ലേ ഇതെല്ലാം ചെറുതായി വന്നത്. അന്നത്തെ ക്യാമറ എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവങ്ങളാണ്. അതൊക്കെ ഒരു വലിയ അവർണ്ണനീയമായ അന്നത്തെ അനുഭവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതെ വലിയ സംഭവങ്ങളാണ്. അതൊക്കെ വർണ്ണിക്കാൻ പറ്റത്തില്ല അതൊക്കെ. ദിവസവും ഞാനിവിടെ വന്നിട്ട് പിറ്റേ ദിവസമൊക്കെ നടക്കുന്നതൊക്കെ തന്നെ ഒരു വലിയ ഒരു ഇതില്ല സിനിമാ നടനായ ഒരു അനുഭവമായിരുന്നു അത്. അപ്പോൾ ചേട്ടൻ സിനിമയിലൊക്കെ അഭിനയിച്ചല്ലോ, അതിൽ ഇഷ്ടപ്പെട്ട ഏതുതരം റോൾ ചെയ്യാനാണ് ഇഷ്ടം? കോമഡി ആണോ അല്ലെങ്കിൽ? തീർച്ചയായിട്ടും കോമഡി ചെയ്യാനാണ് ഇഷ്ടം. ഇന്ന് ഓർത്തിരിക്കുന്ന കോമഡി സീനുകളുണ്ടോ ചെയ്തതിൽ? തീർച്ചയായിട്ടും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കോമഡി സീനാണ് മൗസ് ആൻഡ് ക്യാറ്റിലെ നമ്മുടെ ദിലീപും അശോകനും കൂടെ ഒരു കല്യാണ സീനിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നടത്തിപ്പോയാൽ ഞാനപ്പോൾ അവരെ വഴക്ക് പറഞ്ഞുകൊണ്ട് കയറി ചെല്ലുന്ന ഒരു സീനുണ്ട്. ഇത് ആര് ക്ഷണിച്ചിട്ടാ ഈ വരവും ഭക്ഷണം കഴിക്കലൊക്കെ? ഇതുവന്റെ സ്ഥിരം പരിപാടിയാ. ഉള്ള കല്യാണത്തിനൊക്കെ ക്ഷണിച്ചില്ലേലും കയറി ഇങ്ങ് പോരും. എന്നിട്ട് വെട്ടി വിഴുങ്ങുന്നാണ്ടില്ലേ? പിടിച്ച് പുറത്താക്കുവനെ. 4 പേര് കാണട്ടെ. ഈ പതിവ് ഇന്നത്തോടെ തീരണം. പിടിച്ച് പുറത്താക്കുവനെ. എഴുന്നേക്ക് സാറേ. എനിക്കിതില്ലേലും 3 കല്യാണം 2 അടിയന്തരമുണ്ട്. എല്ലാം വെയിറ്ററിനാണെന്ന് മാത്രം. യു ക്യാരി ഓൺ. ഒരുപാട് മേഖലകളിൽ ചേട്ടൻ തിളങ്ങി നിൽക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാത്തിനും നമുക്ക് എവിടെയായിരുന്നാലും ഒരു ഫാമിലി സപ്പോർട്ട് ആവശ്യമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ ഫാമിലിയെ കുറിച്ച് ഇതുവരെയും നമ്മൾ സംസാരിക്കാം. ഫാമിലിയെ കുറിച്ച് എന്ന് പറഞ്ഞാലോ? ഫാമിലി എന്ന് പറഞ്ഞാൽ എൻ്റെ സ്വദേശം മുട്ടാറാണ്. മുട്ടാർ ഞങ്ങളൊരു കർഷക കുടുംബമാണ്. അപ്പനും അമ്മയും കർഷക കുടുംബത്തിൽ നിന്ന് തന്നെ വന്നവരാണ്. ഞങ്ങൾ 8 മക്കളാണ്. ഞാൻ ആണ് ആണുങ്ങളിൽ മൂത്തത്. എൻ്റെ നേരെ മൂത്തത് ചേച്ചിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഇൻകം ടാക്സ് ഓഫീസറായിരുന്നു ചേച്ചി. ഞങ്ങൾ 5 ആണുങ്ങളും 3 പെൺമക്കളുമാണ്. ഞങ്ങൾ 5 പേരും സംഗീതക്കാരും പന്ത് കളിക്കാരുമാണ്. എല്ലാ പെങ്ങന്മാരും നന്നായിട്ട് പാടും. അതൊക്കെ അമ്മ ഭയങ്കര പാട്ടുകാരിയായിരുന്നു. അപ്പൻ സ്പോർട്സുമായിരുന്നു. ആ കല ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഞങ്ങളിവിടെ ഞങ്ങളത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ചേട്ടൻ്റെ മക്കളൊക്കെ? എനിക്ക് 2 മക്കളെ. മൂത്ത മോനെ ലിജു, അവന് മാക്സ് ലൈഫിൻ്റെ മാനേജറാണ് തിരുവല്ലയിൽ. രണ്ടാമത്തെ മകൻ ഒരു വൈദികനാണ്, ലൈജു, നമ്മുടെ സെൻറ്റ് ജോസഫ് മീഡിയ വില്ലേജ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. മൂത്ത മോന് 4 മക്കളാണ്, 3 പെണ്ണും 1 ആണും. മോൻ്റെ വൈഫ് എമിലി നമ്മുടെ പുളിങ്ങിന്ന് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നു. ഫാമിലി ഫുൾ സപ്പോർട്ടാണ്. ഇല്ല, പ്രധാനം പറഞ്ഞില്ല. തകഴിയുടെ കാത്ത പോലെ എൻ്റെ കുഞ്ഞുമോള്, അതാണ് പ്രധാനം. എനിക്ക് കിട്ടിയ സപ്പോർട്ടൊക്കെ അവിടുന്നാണ്. കാരണം ഞാൻ അവളെ ഇട്ടെറിഞ്ഞു പോലും ഞാൻ ഷൂട്ടിങ്ങിന് പോയ സംഭവങ്ങളുണ്ട്. ചങ്ങനാശ്ശേരി ആശുപത്രിയിൽ ഓപ്പറേഷൻ ചെയ്ത് കിടന്നപ്പം മരുന്ന് മേടിക്കാൻ പോയപ്പോൾ ഞാൻ നമ്മുടെ സിദ്ദിഖ് ലാലിനെ വിളിച്ചപ്പോൾ പെട്ടെന്ന് കോഴിക്കോട്ട് വരാൻ പറഞ്ഞു. ഞാൻ തിരിച്ച് ആശുപത്രിയിലോട്ട് പോയില്ല. കണ്ണി കണ്ട ഒരാളോട് പറഞ്ഞത് ആശുപത്രിയിൽ ഇന്ന റൂമിൽ ഈ മരുന്ന് കൊടുത്തിരുന്നു. മരുന്ന് കൊടുത്തിട്ട് ഞാൻ കോഴിക്കോടിന് ഷൂട്ടിന് പോയ ആളാണ്. അത് സഹിച്ച് എന്നെ കൂടെ നിർത്തിയതാണ്. അപ്പോൾ നമുക്ക് തടയാൻ പറ്റില്ല. അപ്പം എന്നെ അത്ര സപ്പോർട്ട് ചെയ്തതാണ് എൻ്റെ ഭാര്യ. അതെ 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 അതുകൊണ്ടൊക്കെയാണ് ഞാൻ അത്രയും അതിനകത്തൊക്കെ പോകാനും വരാനും പറ്റിയത്. വേറെ വല്ലവരും അത്രയും സമ്മതിക്കത്തില്ല. അതൊക്കെയാണ് എൻ്റെ കുടുംബ പശ്ചാത്തലങ്ങൾ. അല്ല, ഇപ്പോഴും പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നുണ്ട് വോളിബോൾ? പുതിയ തലമുറയിലെ വോളിബോളില് എൻ്റെ എൻ്റെ കൂടെ കളിച്ചിരുന്ന മിക്കവാറും പേര് ഇപ്പോൾ ഇന്നില്ല. എനിക്ക് 70 വയസ്സായി. എൻ്റെ കൂടെ കളിച്ചിരുന്നവരെ ഒന്നുകിൽ ഇല്ല, അല്ലെങ്കിൽ ആരും ഇന്ന് ഫീൽഡിൽ ഇല്ല. പക്ഷെ ഞാൻ ഇപ്പോഴും കളിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ ഈ കൈ ഒടിഞ്ഞിട്ട് ഇതിനകത്ത് കമ്പി ഇട്ടിരിക്കുകയാണ്. എനിക്ക് പേസ് മേക്കർ വെച്ചിട്ടുണ്ട്. ഷുഗർ, പ്രഷർ, കൊളസ്ട്രോള് എല്ലാം ഉണ്ട്. എന്നാലും ഇപ്പോഴും കളിക്കാൻ പോകും. പിള്ളേർക്ക് പന്തിട്ട് കൊടുത്ത് എനിക്കറിയുന്ന പോലൊക്കെ ഉള്ള കാര്യങ്ങൾ ഇന്നും പറഞ്ഞു കൊടുത്ത് ഞാൻ ആ ഫീൽഡിൽ ഇന്ന് നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ആരോഗ്യം ഉള്ളതുപോലൊക്കെ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ലാലി മുട്ടാർ എന്നാണ് അറിയപ്പെടുന്നത് അല്ലേ? സ്ഥലപ്പേര് വെച്ചിട്ടാണ് കൂടുതൽ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളായിരുന്നല്ലോ, ആ സ്ഥലത്തുള്ള പ്രദേശവാസികളായിരുന്നല്ലോ, അവിടെ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എനിക്ക് തീർച്ചയായിട്ടും ഞാൻ ഇറങ്ങുന്ന രംഗത്തെല്ലാം എനിക്ക് എൻ്റെ നാട്ടുകാരുടെ സപ്പോർട്ട് നല്ലോണം കിട്ടാറുണ്ട്. ഞാനിപ്പോൾ അവിടെ ഒരു ടൂർണമെൻറ്റ് സംഘടിപ്പിക്കാൻ ഇറങ്ങി, അല്ലെങ്കിൽ ഒരു വള്ളംകളി സംഘടിപ്പിക്കാൻ ഇറങ്ങി, എന്ത് പ്രസ്ഥാനത്തിൽ ഇറങ്ങിയാലും നാട്ടുകാരുടെ നല്ല സപ്പോർട്ടുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു ദേശത്തിൻ്റെ പേരിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ സാമൂഹ്യമായിട്ട് മറ്റും പ്രവർത്തിക്കുന്ന പോലെ തന്നെ ആത്മീയമായ കാര്യങ്ങൾ ഒരുപാട് പ്രവർത്തിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരി അതിരൂപതയ്ക്ക് വേണ്ടിയും മറ്റും വേണ്ടിയിട്ടൊക്കെ നാടകങ്ങളായിരുന്ന പാട്ടായിരിക്കും, പിന്നെ അജപാല ശുശ്രൂഷയിലായിരിക്കും, അങ്ങനെ ഒരുപാട് മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒരു അനുഭവം കൂടെ പറയാമോ? അത് ഞാൻ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഞാനും എൻ്റെ വൈഫും ആത്മീയമായിട്ടുള്ള എല്ലാ സംഘടനകളിലും നമ്മൾ കഴിയുന്നത്ര നമുക്ക് ഞങ്ങൾ 2 പേരും പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ നമ്മുടെ 2ാമത്തെ മകനിങ്ങനെ അച്ഛനായിട്ട് പോകാനിടയായതും
പിന്നെ അതുപോലെ തന്നെ അതിനകത്ത് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യം, എനിക്കിങ്ങനെ കലയോടും സിനിമയോടും ഒക്കെ ഉള്ള ആ മോഹം കൊണ്ടായിരിക്കാം മകൻ വൈദികനായി കഴിഞ്ഞതിന് ശേഷം PG പഠിച്ചത് സിനിമ ടെലിവിഷനാണ്. എന്നിട്ട് അതിൽ കഴിഞ്ഞ വർഷത്തെ MG യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് റാങ്ക് എൻ്റെ മകൻ ഈ വൈദികനാ കിട്ടിയെന്നുള്ളത് എനിക്കത് സാധിക്കാതെ പോയ കാര്യം എൻ്റെ മകന് കിട്ടിയെന്നുള്ളത് തീർച്ചയായിട്ടും വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമല്ലേ. എല്ലാ വിധത്തിലും കളിക്കുന്നുണ്ടായിരുന്നു, പല സ്ഥലത്ത് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷേ ഈ കൊറോണ വന്നല്ലോ, ഈ സമയത്ത് കൊറോണ വന്നിട്ട് എവിടത്തേക്കും പോകാൻ പറ്റാതെ അല്ലെങ്കിൽ വീടിനുള്ളിലേക്ക് നമ്മൾ ഒതുങ്ങിപ്പോയ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴും ചേട്ടൻ എനർജി കീപ്പ് ചെയ്യുന്നുണ്ടല്ലേ, അതെങ്ങനെയാണ് സാധിക്കുന്നത്? ഞാൻ എനർജി കീപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നതിനെക്കാട്ടിലും എനിക്ക് എനർജി ലഭിക്കുന്നു എന്ന് പറയാനാണ് എനിക്ക് താല്പര്യം. കാരണം രാവിലെ 5:30 ആകുമ്പോൾ എണ്ണീറ്റാൽ 6:30 കുർബാനയ്ക്ക് 6:15 സപ്രായിക്ക് തന്നെ ഞാൻ പള്ളിയിലെത്തിയാൽ 6:30 കുർബാന കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ചർച്ചിൻ്റെ ഓഫീസിൽ കയറിയാൽ ഒന്നുമില്ലെങ്കിൽ പിതൃവേദിയുടെ ഓഫീസ് അല്ലെങ്കിൽ ചാസ് അങ്ങനെ തുടങ്ങിയ ഒരു 6-7 സംഘടനകളുണ്ട്. വിവാഹസഹായ നിധിയോ മറ്റെന്തിൻ്റെയെങ്കിലും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 8:30, 9:30 വരെയൊക്കെ ഞാൻ പള്ളിയിൽ തന്നെ കറങ്ങി നിന്നിട്ടേ വീട്ടിൽ പോകാറുള്ളൂ. അത് കഴിഞ്ഞിട്ട് വീട്ടിലെ കാര്യങ്ങൾ നോക്കി പിന്നെ വീണ്ടും വൈകിട്ടാകുമ്പോഴേ പന്ത് കളിക്കാൻ പോകും. ഈ കാര്യങ്ങളിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നതുകൊണ്ടായിരിക്കാം എനിക്ക് ഈ എനർജി, പ്രത്യേകിച്ച് ഈ പള്ളിയിലുള്ള പ്രവർത്തനങ്ങൾ എനിക്ക് തരുന്ന അനുഗ്രഹങ്ങളായിരിക്കാം എനിക്ക് ഈ എനർജിയിൽ നിൽക്കാൻ പറ്റുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഇന്ന് നമ്മോടൊപ്പമായിരുന്നു തൻ്റെ ജീവിതത്തിലെ ഒരുപാട് നല്ല നിമിഷങ്ങൾ നമ്മോട് പങ്കുവച്ചത് ഒരുപാട് പ്രതിഭയുള്ള അല്ലെങ്കിൽ വിവിധ മേഖലകളിൽ തൻ്റെ കഴിവും മുദ്രയും പതിപ്പിച്ച ലാലി ചേട്ടനാണ്. ചേട്ടന് എല്ലാവിധ ആശംസകളും നേരുന്നു. ചേട്ടാ നന്ദി, താങ്ക് യു. You're watching Media Village Television. If you enjoyed this video, don't forget to like, share and subscribe.